നമുക്ക് ഉരുളൻകിഴങ്ങ് കൊണ്ടൊരു സൂത്രം ഉണ്ടാക്കിയാലോ. ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ അരിഞ്ഞതുപോലെ അരിഞ്ഞെടുക്കുക. ഒരു 5 മിനിറ്റ് ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിക്കുക. അധികം നമ്മൾ വേവിച്ച് കളയരുത്. വേഗം തന്നെ ചൂടുവെള്ളം മാറ്റിയിട്ട് തണുത്ത വെള്ളം ആക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങ് ശരിക്കും അങ്ങോട്ട് വെന്ത് പോകും. ഇതുണ്ടാക്കുന്ന സമയത്ത് പുറകിൽ നമുക്കൊരു കണ്ണ് വേണം. ഒരെണ്ണം എന്താ ഇവിടെ ഒപ്പിക്കണമെന്ന് പറയാൻ പറ്റില്ല. സ്കൂൾ തുറന്നിട്ട് ഒരാഴ്ചയുള്ളൂ. 3ാമത്തെ ക്രയോണാണ്. എല്ലാം കടിച്ച് പറിച്ചൊക്കെ ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് പോലെ കിടന്നുണ്ട്. എന്തുകൊണ്ട് കാണിക്കണം എന്ന് ഒരു പിടുത്തവും ഇല്ല കേട്ടോ. അവളെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൾ എന്തോ ഒപ്പിക്കണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കാറില്ല. ഇതിപ്പോൾ ഒരു കൊതി തോന്നിട്ടുണ്ടാക്കും കേട്ടോ. നല്ല മഴയൊക്കെയല്ലേ. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങിലോട്ട് അല്പം കോൺഫ്ലോറും ഇച്ചിരി ഉപ്പും കൂടി, ഉപ്പ് വേണ്ട, മുളക് പൊടി മാത്രം ചേർത്താൽ മതി. ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തല്ലോ. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഇതുപോലെ പുരട്ടി വറുത്തെടുക്കുക. ആ സമയത്ത് നമ്മൾ തൊട്ടപ്പുറത്തെ പാനിൽ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട്, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഈ നോറിൻ്റെ ഷെസ്വാൻ സോസ് ആട്ടോ. അത് അല്പം ചേർത്തിട്ട് ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർക്കുക. എന്നാലേ ആ ഒരു ടേസ്റ്റൊക്കെ വന്നിട്ട് ബാലൻസ് ആവുള്ളൂ. എന്നിട്ട് നല്ലപോലെ നമ്മൾ ആ പച്ചമണം മാറുന്ന പോലെ ഇളക്കി എടുക്കണം. തൊട്ടപ്പുറത്തെ പാനിൽ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ എടുത്ത് നമുക്ക് സോസിലോട്ട് തട്ടാം. ഈ മണ്ണടിച്ചിട്ട് നാൻസിയൊക്കെ എവിടുന്ന് ഓടി എത്തിയിട്ടുണ്ട്. നല്ല മണം. ഓഫ് ചെയ്തേക്കടി. ഇനി ഒന്നും നോക്കാനില്ല, നല്ല ചൂടോടെ മയണൈസും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാം കൂടി ഫ്രൈ ചെയ്തിട്ട് സോസിൽ മിക്സ് ചെയ്യാന്ന് വിചാരിക്കരുത്. ആദ്യം ഫ്രൈ ചെയ്തത് ആദ്യം മിക്സ് ചെയ്ത് കഴിക്കുക. നല്ല ചൂടോടെ തന്നെ കഴിക്കണം. എന്നാൽ നല്ല ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.